ജിൻഡോ പുറത്താണെങ്കിലും ശരി വലിയ PR കൊടുത്താണ് ജിൻഡോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇനി വരുന്ന ആൾക്കാർ PR കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം 15 ലക്ഷവും 20 ലക്ഷവും കൊടുത്താണ് ജിൻഡോ പുറത്ത് PR ചെയ്ത് ബിഗ് ബോസിലെ അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരുന്നത്. അപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു വലിയ ടീമിനെ പുറത്ത് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും അവരും ജിൻഡോ ഒരുപാട് സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകും. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവർക്കും അറിയാം ആർക്കാണ് PR കൊടുത്തതെന്നും ജിൻഡോ പിന്നീട് PR കൊടുത്ത ആളെ പോലും ചതിച്ച കഥ പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് വിജയ് നമ്മുടെ ജിൻഡോ ആയിരുന്നു അല്ലെ. തുടക്കം ഒരു അത്ര വലിയ നല്ല പെർഫോമൻസ് ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു ജിൻഡോ. പക്ഷെ പിന്നീട് ഒറ്റയ്ക്ക് വഴിവിട്ട് വരിക എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ജിൻഡോയുടേത്. ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് ആൾക്കാരുടെ സപ്പോർട്ടും ഇഷ്ടവും ഒക്കെ നേടിയ ഒരാൾ തന്നെയാണ് ജിൻഡോ. ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരുപാട് വ്യക്തികൾ ചേർന്ന് കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനൊക്കെ നോക്കിയെങ്കിലും അവിടെ വളരെ ധൈര്യപൂർവ്വം പിടിച്ചു നിന്ന് ആ ഒരു വിജയം കരസ്ഥമാക്കിയ ആളാണ് ജിൻഡോ എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത ഒരു കൂട്ടം ആൾക്കാര്. പക്ഷെ ഇവിടെ ഈ ഒരു ജിൻഡോ ജയിച്ചത് സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല, കൂടാതെ എത്രയോ ലക്ഷം രൂപ കൊടുത്ത് ജിൻഡോയ്ക്ക് പുറത്ത് PR വർക്ക് ചെയ്തിരുന്നു. ജിൻഡോ അതൊക്കെ ചെയ്തിട്ടാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാട്ടുതീ, അതായത് നമ്മുടെ സിജോ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സംഭവമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോ ഇതിനെതിരായിട്ട് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു ഈ പറയുന്ന ജിൻഡോയെ. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ടതാണ്, ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഈ പറയുന്ന ജിൻഡോയെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ വ്യക്തമായിട്ട് ഈ 1-ാം ദിവസം മുതൽ 100 ദിവസം വരെ ആ ലൈവുകൾ ഫുൾ ടൈം കണ്ട് റിവ്യൂ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോ നമുക്കറിയാലോ. പക്ഷെ ഇപ്പോ സിജോയും നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ ജയിച്ചത് ഒരിക്കലും ഗെയിമിലെ എന്താ പറയാ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടല്ല, മറിച്ച് PR വർക്ക് കൊണ്ടാണ് ജിൻഡോ ജയിച്ചതെന്നാണ് ഇവിടെ ഇപ്പോഴും സിജോയൊക്കെ തർക്കിക്കുകയാണ്. അവർക്ക് അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ അറിയാമെന്നാ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തെളിവുകളും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പുറത്തു വിടുക. അല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് വലിയ വീമ്പിളക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് തെളിവാണ് അറിയാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, നിങ്ങൾ അതിന്റെ തെളിവ് സഹിതം പുറത്തു വിടൂ. കാരണം ഒരാള് ബിഗ് ബോസിൽ വന്നിട്ട് അയാൾ പുറത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അയാൾക്ക് ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവര് പറയുന്ന PR വർക്കിലൂടെയാണ് ജിൻഡോ ജയിച്ചതെന്നാ പറയുന്നത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് ആൾക്കാർ ജിൻഡോ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം അയാൾ അവിടെ ഒറ്റയ്ക്ക് നിന്നാ ഗെയിം കളിച്ച്, പുള്ളി ആരുടെയും കൂടെ കൂടിയിട്ടില്ല, ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഗെയിം കളിച്ച് വിജയിച്ചു വന്ന ഒരാളാ. തുടക്കത്തിൽ നോക്കുവാണെങ്കിൽ ജിൻഡോ അത്ര വലിയ നല്ല പെർഫോമർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ പിന്നീട് പുള്ളിയെ എല്ലാവരും അടിച്ചമർത്താനും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങിയപ്പോ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് വിജയിച്ചു വന്ന ഒരാളായിട്ടാണ് നമ്മൾ ജിൻഡോയെ കാണുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് കാട്ടുതീയും സീക്രട്ട് അന്വേഷണവും ഒക്കെ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തെളിയിക്കുക. നിങ്ങൾക്കൊക്കെ ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, നിങ്ങൾ അതിലൂടെ തെളിയിക്കുക. ഇപ്പൊ ജിൻഡോയ്ക്കെതിരായിട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ജിൻഡോ എന്തോ എന്തൊക്കെയോ പെണ്ണ് കേസും കാര്യങ്ങളൊക്കെ ജിൻഡോയ്ക്കെതിരായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്കെതിരായിട്ട് അന്വേഷണം ഉണ്ടല്ലോ, കേസ് ഉണ്ടല്ലോ. പോലീസുകാരെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ജിൻഡോയ്ക്ക് കിട്ടട്ടെ. അല്ലാതെ ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജിൻഡോ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ ആരും ന്യായീകരിക്കാൻ വരുന്നില്ല. അത് കേസുണ്ടല്ലോ, കേസിൽ പോലീസുകാർ അന്വേഷിക്കട്ടെ. പോലീസുകാർ പഴം വിഴുങ്ങാനല്ലല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു കേസ് ജിൻഡോയ്ക്കെതിരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് കണ്ടെത്തി ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ജിൻഡോയ്ക്ക് കിട്ടുക തന്നെ വേണം. പക്ഷെ അതും ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് ജിൻഡോ ജയിച്ചത് ബിഗ് ബോസിൽ PR വർക്ക് കൊണ്ടാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട്. PR വർക്ക് കൊടുത്തവര് എത്രയോ ലക്ഷം രൂപ കൊടുത്താണ് ജിൻഡോ PR വർക്ക് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാതെ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ വളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. പിന്നെ സിജോയുടെ ഒക്കെ ഗെയിം നമ്മൾ അതിനകത്ത് കണ്ടതാണല്ലോ. വെറുതെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇടി മേടിച്ച് കൂട്ടിയെന്നല്ലാതെ എന്ത് പ്രയോജനം ഉണ്ടായി? ഗെയിം കളിക്കായിരുന്നല്ലോ. അപ്പൊ ജിൻഡോ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് അയാള് വിജയിച്ച് വന്ന് അയാൾക്ക് കപ്പ് കിട്ടിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അസൂയുണ്ട്, അല്ലാതെ ഒന്നും അല്ല ഇത്. അപ്പൊ എന്തായാലും അങ്ങനെയല്ല, ജിൻഡോ PR വർക്കിലൂടെയാണ് ജയിച്ചെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കൂ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവും മണ്ണാങ്കട്ട ഉണ്ടെന്നല്ലേ പറയുന്നത്, തെളിയിക്ക്. ഈ പറയുന്ന സിജോ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴക്കാരനാണ്. ഞാനും ഒരു ആലപ്പുഴക്കാരിയാണ്, നമ്മുടെ നാട്ടുകാരും കൂടെയാണ് സിജോ. എന്നിട്ട് പോലും ഒരൊറ്റ വോട്ട് പോലും ഈ പറയുന്ന സിജോയ്ക്കൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വോട്ട് ഫുള്ള് ജിൻഡോയ്ക്ക് തന്നെയായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അയാൾ അവിടെ വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു. ആരുടെയും കൂടെ കൂടി അനിയത്തിയാക്കിയിട്ടില്ല, പെങ്ങളാക്കിയിട്ടില്ല, അങ്ങനെയൊന്നും പുള്ളി കൂട്ടുകൂടിയിട്ടില്ല. പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു, ജയിച്ചു. ആൾക്കാർ ഇഷ്ടപ്പെട്ടു, വോട്ട് ചെയ്തു, ജയിച്ചു. അത് കണ്ട് അസൂയുള്ള കുറെ എണ്ണങ്ങൾ ഇപ്പൊ വന്നിട്ട് ജിനോ മരവാഴയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തെളിവ് സഹിതം വെക്കാമെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. അല്ലാത്ത പക്ഷം ജിൻഡോ അങ്ങനെ ചെയ്തിട്ടില്ല, ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും വോട്ട് കൊണ്ടും ജയിച്ചെന്നുള്ളത് നമ്മൾ വാദിക്കും.